ബാബർ മധ്യകാല ഇന്ത്യയിലെ ഒരു നല്ല ഭരണാധികാരി യോദ്ധാവുമായിരുന്നു ബാബർ. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1526 അദ്ദേഹം മുഗൾ ഭരണത്തിന് തുടക്കമിട്ടു. ദൗലത് ഖാൻ ലോധിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. മുഗൾ വംശത്തിൻ്റെ സ്ഥാപകനാണ് ബാബർ. 1483 ഫെബ്രുവരി 14 അദ്ദേഹം ജനിച്ചത്. ഫർഗാനയിലെ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. 1494 അദ്ദേഹം ഭരണാധികാരിയായി. അദ്ദേഹം സമർഖണ്ഡ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടി വന്നു. 1497 ഇതിൽ വിജയിക്കുകയും ചെയ്തു. 1504 കാബൂൾ പിടിച്ചടക്കി. ഗസ്നി കീഴടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. അഫ്ഗാൻ ചക്രവർത്തി പട്ടം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി ഇതിന് അനുകൂലമായിരുന്നു. ഇബ്രാഹിം ലോധിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. ദക്ഷിണേന്ത്യയിലെ സ്ഥിതിയും ഇതിന് അനുകൂലമായിരുന്നു. ബാബറിന് സ്വന്തമായിട്ടൊരു പീരങ്കിപ്പട ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയത്തിന് കാരണമായി. 1527 കണ്ണ യുദ്ധം മുഗൾ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഒന്നുകൂടി ഉറപ്പിച്ചു. രജപുത്ര രാജാവായ റാണ സംഗയെ ബാബർ പരാജയപ്പെടുത്തി. ബാബർ നല്ലൊരു യോദ്ധാവായിരുന്നു. സാഹസികനായൊരു മുഗൾ രാജാവായിരുന്നു. ഒരു നല്ല ഭാഷാ പണ്ഡിതനായിരുന്നു. നല്ലൊരു ഭരണതന്ത്രജ്ഞനായിരുന്നു. നല്ലൊരു മതവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഷഹറുദ്ദീൻ എന്നായിരുന്നു. ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹം എന്നാണ്. ബാബറിന് പിതാവിൻ്റെ വഴിയിൽ തിമൂറുമായും മാതാവിൻ്റെ വഴിയിൽ ചെങ്കിസ് ഖാനുമായി ബന്ധമുണ്ടായിരുന്നു. ഇവരുടെ പിന്മുറക്കാരനായിരുന്നു ബാബർ. അദ്ദേഹം സ്വന്തമായിട്ടൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. തുസുക്കി ബാബരി എന്നാണ് ഇതിൻ്റെ പേര്. തുർക്കി ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത്. തനിക്ക് ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഗോഗ്ര യുദ്ധത്തിലും ബാബർ വിജയിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ ആത്മകഥയിൽ മാമ്പഴത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. റോസ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ബാബറാണെന്ന് വിശ്വസിക്കുന്നു. 1530 തൻ്റെ 48ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയാണ് ഉണ്ടായത്. ആത്മകഥാകാരന്മാരിലെ രാജകുമാരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറുടെ കാബൂളിലാണ്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഹുമയൂൺ അധികാരത്തിൽ വന്നു.